സ്പോർട്സിലൊക്കെ ഇൻവോൾവ് ആവുന്ന ആൾക്കാർക്ക് ചില എക്സസൈസുകൾ ചെയ്യുമ്പോൾ മുട്ട് തിന്നിപ്പോകുന്ന പോലെയൊക്കെ തോന്നി. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ബാസ്കറ്റ് ബോൾ കളിച്ചപ്പോൾ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ വേദന ഒരു കുറച്ച് നാളത്തേക്ക് ഒരു 2 വീക്സിലേക്ക് നീണ്ടുപോയി. അപ്പോൾ അതിനെപ്പറ്റി എന്താ ഡോക്ടർക്ക് പറയാൻ? മുട്ട് തെന്നിപ്പോകും പോലെ തോന്നുന്നു അല്ലേ? ഈ ഫസ്റ്റ് ടൈം എപ്പോഴാണ് ഉണ്ടായത്? ഫസ്റ്റ് ടൈം ഒരു 9th പഠിക്കുമ്പോൾ. 9th പഠിക്കും. അപ്പോൾ പിന്നെ എന്താ സംഭവിച്ചത്? പിന്നെ ഒരു 2 വീക്സ് അത് നീണ്ടുപോയി. പിന്നെ അത് ഞാൻ ഇഗ്നോർ ചെയ്തു. 2 ആഴ്ച പെയിൻ ഉണ്ടായിരുന്നു, നല്ല പെയിൻ ഉണ്ടായിരുന്നു. കളിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ സ്വന്തം പണിയിട്ട് പോകാൻ പറ്റിയോ? ഇല്ല, എല്ലാവരും പോകാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം മുട്ട് വീണ്ടും ഇങ്ങനെ ആവുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ ഗെയിം സ്റ്റോപ്പ് ചെയ്തു. ഇത് നിങ്ങളുടെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ, ഒരു ACL ലിഗമെന്റ് ഇഞ്ചറിയുടെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. യൂഷ്വലി ഉണ്ടാവും ആദ്യം തെന്നി പോകുമ്പോൾ ആ മുട്ട് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും, നല്ല നീരും ഉണ്ടായിട്ടുണ്ടാവും ആ സമയത്ത്. ചിലർ അതിന് പ്ലാസ്റ്റർ ഇടും, ചിലർ ബാൻഡേജ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് പെയിൻ പോവും. പക്ഷെ നോർമൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നതിന് ഒരു കുഴപ്പമുണ്ടാവില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ കളിക്കുമ്പോൾ ചിലപ്പോൾ ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്യുമ്പോൾ മുട്ട് തെന്നി പോകും പോലെ തോന്നും. നിങ്ങളുടെ ടിപ്പിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ACL ലിഗമെന്റ് ഇഞ്ചറിയുടെ പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾ ഈ കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് MRI എടുത്ത് പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ച്, ഇനി ACL ലിഗമെന്റ് ഇഞ്ചറി ആണെന്ന് കണ്ടുപിടിച്ച് കറക്റ്റ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുട്ടിൽ ഗ്രാജുവലി തേയ്മാനം വരും, മെനിസ്കസിന് ഇഞ്ചുറി വരും, അതേപോലെ തന്നെ കാർട്ടിലേജിന് ഇഞ്ചുറി വരും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു MRI എടുക്കുക, ഒരു സ്പോർട്സ് ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് അതിനുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ACL ലിഗമെന്റ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? ACL ലിഗമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കാൽമുട്ട് എന്ന് പറയുന്നത് ഒരു 2 ബോൺ കൂടി ചേരുന്ന ജോയിൻ്റ് ആണ്. മുകളിലുള്ള തുടയിലും താഴെയുള്ള ടിബിയ ബോണും തമ്മിലുള്ള ജോയിൻറ്റിനാണ് നമ്മൾ നീ ജോയിൻറ്റ് അല്ലെങ്കിൽ നമ്മൾ കാൽമുട്ട് എന്ന് പറയുന്നത്. അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന അഥവാ പിടിച്ച് നിർത്തുന്നൊരു 4 ലിഗമെൻറ്റ്സ് ഉണ്ട്. ഉൾഭാഗത്ത്, പുറം ഭാഗത്ത്, മുൻഭാഗത്ത്, പിൻഭാഗത്തായിട്ട് 4 ലിഗമെൻറ്റുകളുണ്ട്. അതിൽ മുൻഭാഗത്തുള്ള ലിഗമെൻറ്റിനാണ് നമ്മൾ ACL ലിഗമെൻറ്റ് അഥവാ ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ബോണിന് ഇങ്ങനെ പിടിച്ച് നിർത്തുന്ന ലിഗമെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ACL ലിഗമെൻറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓടുമ്പോഴും ചാടുമ്പോഴും പെട്ടെന്ന് തിരിയുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഒരു ബോൺ മറ്റേ ബോണിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തെന്നിപ്പോവും. അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ACL ലിഗമെന്റ് ഇഞ്ചറി കാരണം ഉണ്ടാകുന്നത്. നമ്മുടെ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മുട്ടിലെ നീ ജോയിൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നൊരു ലിഗമെൻറ്റ് പോയത് കാരണം, സ്റ്റെബിലിറ്റി ലോസ് കാരണം മുട്ട് പയ്യെ തെന്നിപ്പോകുന്നതാണ് ഉണ്ടാകുന്നത് ACL ലിഗമെന്റ് ഇഞ്ചറി.